ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറുപ്പക്കാരിലൊക്കെ കാണപ്പെടുന്ന ഒരു വലിയ പ്രശ്നമാണ് നമ്മുടെ ഈ മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ മുടി ഇങ്ങനെ നിരന്തരമായിട്ട് കൊഴിഞ്ഞു പോകുന്ന വഴി നമുക്ക് ഒരു ആത്മവിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. കാരണം വളരെ ചെറുപ്രായത്തിൽ തന്നെയാണ് ഈ മുടിയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ട് നമുക്ക് എളുപ്പത്തിൽ കഴിക്കാൻ പറ്റുന്ന നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന 5 ഫുഡ്സിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പം ഇത് നിങ്ങളുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമൊക്കെ നിങ്ങൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മുടി കൊഴിച്ചിൽ നമുക്ക് നാച്ചുറലായിട്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പം മുടി കൊഴിച്ചിൽ പല കാരണം കൊണ്ടുണ്ടാവാം. നമ്മുടെ ഇപ്പോഴത്തെ ജീവിത ശൈലിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, പിന്നെ അമിതമായിട്ടുണ്ടാകുന്ന സ്ട്രെസ്സ്, ഇതൊക്കെ കൊണ്ട് മുടി കൊഴിച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ വളരെ ചെറുപ്രായത്തിൽ തന്നെ ഈ മുടി കൊഴിയുന്നത് അത്ര നല്ല പ്രവണതയല്ല. അപ്പം അത് നമ്മുടെ ആത്മവിശ്വാസത്തെയൊക്കെ വളരെ ബാധിക്കാറുണ്ടെന്നുള്ളതാണ് സത്യം. ഓക്കെ, അപ്പം അതിനകത്ത് ഒന്നാമത്തെ ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാരറ്റാണ്. ഈസിലി അവൈലബിൾ ആണ്, വളരെ പെട്ടെന്ന് കിട്ടുന്ന ഒരു സാധനമാണ് ക്യാരറ്റ്. ഓക്കെ, ക്യാരറ്റ് നിങ്ങളുടെ ആഹാരത്തിൻ്റെ ഒരു ഭാഗമൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മുടിക്കൊക്കെ നല്ല വളർച്ച ഉണ്ടാക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഫുഡാണ് ക്യാരറ്റ് എന്ന് പറയുന്നത്. ക്യാരറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ കറികളിലോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചവച്ചരച്ചോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഏത് രീതിയിൽ ക്യാരറ്റ് നമ്മൾ കഴിച്ചാലും അത് നമ്മുടെ ശരീരത്തിന് വളരെയേറെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ബീറ്റ കരോട്ടിനാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ക്യാരറ്റ് നിങ്ങളുടെ ആഹാരത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക. നിങ്ങളുടെ മുടികൾക്ക് നല്ല ഒരു ഗ്രോത്ത് ഉണ്ടാക്കാനൊക്കെ വളരെയേറെ സഹായിക്കും. ഓക്കെ, അപ്പം രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ കറിവേപ്പിലയാണ്. കറിവേപ്പില നമുക്ക് എല്ലാവർക്കും അറിയാം. പണ്ടുള്ള മുത്തശ്ശിമാരൊക്കെ എണ്ണ കാച്ചുന്ന പോലും കറിവേപ്പില ഇട്ടിട്ടായിരുന്നു. കാരണം കറിവേപ്പില എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് കളർ തരാനും നല്ല ആരോഗ്യം തരാനൊക്കെ സഹായിക്കുന്ന ഒരു വസ്തുവാണ് കറിവേപ്പില എന്ന് പറയുന്നത്. കറിവേപ്പില നമ്മുടെ എല്ലാ വീടുകളിലും കാണും. അപ്പോൾ കറിവേപ്പില നമുക്ക് കറികളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കറിവേപ്പില നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ കറിവേപ്പില പിച്ചിയെടുത്തതിന് ശേഷം നമ്മുടെ വീടുകളിലാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന കറിവേപ്പില ചിലപ്പം വിഷമൊക്കെ അടിച്ചതായിരിക്കും. നമ്മുടെ വീടുകളിലുള്ള കറിവേപ്പിൻ്റെ മരത്തിൽ നിന്ന് ഒരു 4-5 കറിവേപ്പൊക്കെ പൊട്ടിച്ച് നമുക്ക് ചവച്ചരച്ച് കഴിക്കാം. വളരെ നല്ലതാണ്. നിങ്ങളുടെ മുടികൾക്ക് കളർ കൂടാനും മുടികളുടെ ഗ്രോത്തിനും ഒക്കെ വളരെ നല്ലതാണ്. ഓക്കെ, നിങ്ങളുടെ മുടി കൊഴിച്ചിലൊക്കെ മാറ്റാനൊക്കെ സഹായിക്കും. ഓക്കെ, അടുത്തായിട്ട് മൂന്നാമത്തേന്ന് പറയുന്നത് ബട്ടർ മിൽക്ക് അല്ലെങ്കിൽ മോര്. ഓക്കെ, പച്ചമോര്. നിങ്ങൾക്ക് പച്ചമോര് നമ്മൾ കഴിക്കുന്നതാണ്. അപ്പോൾ പച്ചമോര് നിങ്ങൾ ദിവസേന നിങ്ങളുടെ ഫുഡിൽ ആഡ് ചെയ്യുക. അത് നിങ്ങളുടെ ദഹനത്തിനും വളരെ നല്ലതാണ്. അതിലുപരി നമ്മുടെ മുടികളുടെ വളർച്ചയ്ക്കും സൗന്ദര്യത്തിനുമൊക്കെ അത് വളരെ നല്ലതാണ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല ഒരു മാറ്റം തന്നെ നമുക്ക് ഈ ഹെയറിൽ കണ്ടു തുടങ്ങും. ഓക്കെ, അപ്പം നാലാമത്തെ വെച്ച് കഴിഞ്ഞാൽ ബദാമാണ്. ബദാം വളരെ നല്ല ഒരു ഫുഡാണ്. നമ്മുടെ മുടികളുടെ വളർച്ചയ്ക്കും സൗന്ദര്യത്തിനുമൊക്കെ വളരെ നല്ല ഒരു ഫുഡാണ് ബദാം എന്ന് പറയുന്നത്. ബദാം നിങ്ങളുടെ ദിവസേനയുള്ള ഫുഡിൻ്റെ ഭാഗമാക്കി മാറ്റുക. ബദാം നിങ്ങൾക്ക് ഒരു വെള്ളത്തിലിട്ടതിന് ശേഷം 4-5 ബദാം വെള്ളത്തിലിട്ടതിന് ശേഷം അത് രാവിലെ തൊലി കളഞ്ഞിട്ട് നിങ്ങൾക്ക് കഴിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ റോസ്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കഴിക്കാം. എങ്ങനെ കഴിച്ചാലും പ്രശ്നമില്ല. പക്ഷേ ഇപ്പം നമുക്ക് മാർക്കറ്റുകളിലൊക്കെ ഈ ബദാമിൻ്റെ ഓയിൽ മേടിക്കാൻ കിട്ടുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ തലയൊട്ടിയിലൊക്കെ തേച്ച് കൊടുക്കാവുന്നതാണ്. അടിപൊളിയാണ്. നമ്മുടെ ഈ മുടിയുടെ വളർച്ചയ്ക്കൊക്കെ വളരെയേറെ സഹായിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഈസിലി അവൈലബിൾ ആണ്. അപ്പം അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിക്ക. നമുക്കറിയാം, നമ്മുടെ മിക്കവാറുള്ള ഹെയർ കണ്ടീഷനുകളിലും നമ്മുടെ എന്താ പറയുക ഷാമ്പൂകളിലും എല്ലാം ഉപയോഗിക്കുന്നതാണ് നെല്ലിക്ക എന്ന് പറയുന്നത്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും നെല്ലിക്കയുടെ സാധ്യതകൾ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പം നെല്ലിക്ക നമുക്ക് വളരെ നല്ല ഒരു ഫുഡാണ് നമ്മുടെ മുടികളുടെ വളർച്ചയ്ക്കൊക്കെ. ഓക്കെ, അപ്പം നെല്ലിക്ക നമുക്ക് നമ്മുടെ ആഹാരത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റാം. അപ്പോൾ നെല്ലിക്ക നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അത് നമുക്ക് വേണമെങ്കിൽ നെല്ലിക്ക ചവച്ചരച്ച് കഴിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നെല്ലിക്കയുടെ ജ്യൂസ് ഉപയോഗിക്കാം. അപ്പോൾ നെല്ലിക്കയുടെ ജ്യൂസ് നമുക്കിപ്പം മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. അംല ജ്യൂസ് എന്നാണ് അതിന് പറയുന്നത്. അത് വലിയ വിലയൊന്നും ഇല്ലാത്ത സാധനമാണ്. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, ചവച്ചരച്ച് കഴിക്കാം. നെല്ലിക്ക ചവച്ച് തിന്നാൻ പാടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ജ്യൂസ് രൂപത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഏത് ഫോമിൽ നിങ്ങൾ കഴിച്ചാലും നെല്ലിക്ക വളരെ നല്ലൊരു ഫുഡാണ് നമ്മുടെ മുടികൾക്ക്. അപ്പം ഈ പറഞ്ഞ 5 ഫുഡുകൾ നിങ്ങൾ നിത്യേന നിങ്ങളുടെ ഒരു ഡയറ്റിൻ്റെ ഭാഗമാക്കി മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മുടികൾക്ക് നല്ല വളർച്ച ഉണ്ടാവും, നല്ല സൗന്ദര്യം ഉണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ ഇടതൂർന്ന മുടികളൊന്നും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല. ഓക്കെ, ഇതെല്ലാം നാച്ചുറൽ ഫുഡ്സാണ്. അപ്പം നിങ്ങൾക്കിത് വളരെയേറെ ഗുണകരമാണ്. ഓക്കെ, ഈ 5 ഫുഡ്സുകളും അപ്പം നിങ്ങളുടെ നിത്യ ഡയറ്റിൻ്റെ ഭാഗമാക്കി മാറ്റുക. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.